എല്ലാം പഠിച്ചാ ചോദിച്ചോ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ. അച്ഛാ ആ ചോദ്യം വരില്ലാന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചോദിക്കും. തെക്ക് പടിഞ്ഞാറൻ മൺസൂണെ പറ്റി വിശദീകരിക്കുക. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തെക്ക് പടിഞ്ഞാറ് നിന്ന് വരുന്നു. തെക്ക് അച്ഛാ ഇതൊക്കെ സിമ്പിൾ അച്ഛാ, കുറച്ച് ടഫ് ആയിട്ട് ചോദിക്കും. നാസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? അതൊന്നും ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ അല്ല അച്ഛാ, ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, അതിന്ന് ചോദിക്കും. കേരളത്തിലെ മണ്ണിനങ്ങൾ ഏതൊക്കെ? തുടക്കം ഒന്ന് പറഞ്ഞുതരോ? കേരളത്തിലെ മണ്ണിനങ്ങളെ കേരളത്തിലെ മണ്ണിനങ്ങളെ വിവിധ തരത്തിൽ തരംതിരിച്ചിരിക്കുന്നു. അതിൽ തീരദേശ മണ്ണ്. തീരദേശ മണ്ണ് എക്കൽ എന്താ എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് തീരദേശ മണ്ണ്, എക്കൽ മണ്ണ്. പിന്നെ നല്ലൊരു പേരുണ്ടായിരുന്നല്ലോ അച്ഛാ, ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ്. പിന്നെ അയ്യോ ഇപ്പൊ തന്നെ പഠിച്ചോളാം അച്ഛാ, ഇപ്പൊ കിട്ടും. ഹായ് സിസ്, എറണാകുളത്തേക്ക് ഒരു ട്രെയിൻ ബുക്ക് ചെയ്ത് തരുമോ? എനിക്കറിയില്ല. എന്നാ ബസ് ടിക്കറ്റ് ഒന്ന് ബുക്ക് ചെയ്ത് തരുമോ? അതും അറിയില്ല. എനിക്ക് ATM പിൻ ജനറേറ്റ് ചെയ്യാൻ അറിയോ? അയ്യോ എനിക്കറിയില്ല. നിനക്ക് ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ അറിയോ? എനിക്കറിയില്ല. ഞാനൊരു വാഴ നീയൊരു വാഴ. പിന്നെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിണ്ടാ? ഇല്ല. നിന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാ? എന്നെ ഇല്ല. ആർക്കെങ്കിലും കൊടുത്തിണ്ടാ? പ്രപ്പോസ് പോലും ചെയ്തിട്ടില്ല. പിന്നെ ഇന്ന് എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. എന്നെ പോലെ ഒരു പാഴ്ജന്മത്തിന് ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ ശരി, ഞാൻ പോട്ടേട്ടാ. നമുക്ക് ഫ്രണ്ട്സ് ആയാലോ? അത് വേണോ? നീ ഒരു തോൽവി ഞാനൊരു തോൽവി, നമ്മ രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ അതൊരു കൂട്ടത്തോൽവിയാവും. അപ്പൊ നമുക്ക് അടുത്ത യൂണിവേഴ്സിൽ ഫ്രണ്ട്സ് ആവാം. ഓക്കെ ബൈ. പൂവല്ലേ നിന്നെ ഇഷ്ടാണെന്ന് നിന്നോട് പറയണോ അതോ നിന്റെ അമ്മേനോട് പറയണോ? ഞാൻ വിഷ്ണുവിന്റെ അമ്മയെ സംസാരിക്കണേ. നിങ്ങൾ ആരാ? ഇങ്ങനൊരു കോൾ നിങ്ങളുടെ ഫോണിലേക്ക് വരികയാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ഇത് നിങ്ങളെ ഒരു ചതിക്കുഴിയിൽ കൊണ്ടെത്തിക്കും. ആരാടി ഈ 6 മണി? അയ്യോ ചേട്ടാ, അത് 6 മണിയല്ല, രമണി. ഓഹോ, മതം മാറിയുള്ള സെറ്റപ്പ് ആണല്ലേ. ബുദ്ധമതത്തിൽ നിന്ന് ആരാണ്ട് പിടിച്ചിരിക്കുന്നു. ബിന്ദു മാം. അച്ഛാ എന്താ മോളെ? അച്ഛനൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഏതാ ആദ്യം പറയണ്ട അച്ഛാ? ബാഡ് ന്യൂസ് ആദ്യം പറ. ബാഡ് ന്യൂസ് എന്താന്ന് വെച്ചാ അച്ഛനൊരു അച്ചാച്ചനാവാൻ പോവാ. അച്ചാച്ചനാ? എടി മോളെ, അതിന് നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലോ, പിന്നെങ്ങനെയാ അച്ചാച്ചനാണ്? ഞാൻ ലവ് ചെയ്യണ കാര്യം അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ സമ്മതിക്കില്ല. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ആയതിനു ശേഷം അച്ഛനോട് പറയുകയാണെങ്കിൽ അച്ഛൻ ഓക്കെ പറയുന്ന അമ്മ പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ. മോൾ അതുപോലെ തന്നെ ചെയ്തൂലേ? അച്ഛൻ കഷ്ടപ്പെട്ടല്ലേ മോളെ വളർത്തിയത്. മോളെ അച്ഛന് നെഞ്ചു വേനിക്കണടി. അച്ഛാ സന്തോഷ വാർത്ത ചോദിക്കച്ചാ, നാളെ ഏപ്രിൽ 1 അച്ഛാ. അച്ഛനെ ഫൂളാക്കിയത് അച്ഛാ.